വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് വരദ ജ്യോതിർമയി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 2023 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് നോക്കാം. നാസയും ഇസ്രോയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. നാസയും ഇസ്രോയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? നിസാർ ആണ്. നിസാർ എന്ന് പറയുമ്പോൾ നാസയും ഇസ്രോയും. ഇനി നിസാറിന്റെ ഫുൾ ഫോം എന്താണ്? നാസ ഇസ്രോ സിന്തറ്റിക് അപ്പാച്ചർ റഡാർ എന്നുള്ളതാണ് ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി ഇസ്രോ നിലവിൽ വന്നത് 1969 1969 ഇസ്രോ നിലവിൽ വരുന്നത്. അന്തരീക്ഷ് ഭവൻ, ബംഗളൂരിലുള്ള അന്തരീക്ഷ് ഭവനാണ് ആസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാവർക്കും അറിയാം. നിലവിലെ ചെയർമാൻ ആരാണ്? സി സോമനാഥ് ആണ് നിലവിലെ ചെയർമാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 2023 ഫെബ്രുവരിയിൽ വിക്ഷേപണ വാഹനമായ SSLV റോക്കറ്റിന്റെ ശ്രദ്ധിക്കണം, SSLV റോക്കറ്റിന്റെ രണ്ടാം ദൗത്യത്തിൽ വിജയകരമായി വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ SSLV എന്താണെന്ന് നോക്കണം. SSLV റോക്കറ്റ് എന്താണ്? SSLVയുടെ ഫുൾ ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇനി SSLVയിൽ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? EOS 09, ജാനോസ് 1, ആസാദി സാറ്റ് 2 എന്നീ ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്. ജാനോസ് 1 അമേരിക്കൻ കമ്പനിയായ ആൻഡ്രിയ ആണ് വികസിപ്പിച്ചത്. ആസാദി സാറ്റ് 2 ചെന്നൈ ബേസ്ഡ് കമ്പനിയായ സ്പേസ് കിഡ്സ് ആണ് വികസിപ്പിച്ചത്. ഓക്കെ, 2022 ഫെബ്രുവരി 10 വിക്ഷേപണം. D2 റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. ഓക്കെ, നമ്മൾ ഈ EOS 07 കുറിച്ച് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും EOS 6ഉം EOS 5ഉം. ആ EOS 6ഉം EOS 5ഉം എന്താണെന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് എന്നുള്ളത് കമന്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്ന് ചെയ്തു നോക്കൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2023 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അംഗങ്ങളെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള അംഗങ്ങളെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ റഷ്യ ഒരു പേടകത്തെ അയച്ചു. ആ പേടകത്തിന്റെ പേരെന്താണ്? സൂയസ് എന്നാണ് ആ പേടകത്തിന്റെ പേര്. ഓക്കെ, അപ്പോ എന്താണ്? 2023 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സൂയസ് എന്നുള്ള ഒരു പേടകത്തിനെ ആരയച്ചു? റഷ്യ അയച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഉള്ളവരെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ. ഓക്കെ, സൂയസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ അടുത്ത് വാർത്തകൾ ഇടം പിടിച്ച ഒരു ക്വസ്റ്റ്യനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഡെവലപ്പ് ചെയ്തത് ഓപ്പൺ AI ആണ്. ഓപ്പൺ AI എന്നുള്ള അമേരിക്കൻ ബേസ്ഡ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇത് ലോഞ്ച് ചെയ്തത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ എന്താണ് അവർ ലോഞ്ച് ചെയ്തത്? ഒരു ചാറ്റ് ബോട്ടമാണ് ലോഞ്ച് ചെയ്തത്. എന്ത് ചാറ്റ് ബോട്ടം? അതിന്റെ പേരെന്താണ്? അതാണ് ChatGPT. നിങ്ങളെല്ലാം വളരെ സുപരിചിതമായി ഇപ്പോൾ കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും ChatGPT. അത് ഡെവലപ്പ് ചെയ്ത കമ്പനി ഏതാണ്? ഓപ്പൺ AI എന്നുള്ള കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ChatGPTക്ക് ബദലായി അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ വെല്ലുവിളികളും നേരിടാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഒരു ചാറ്റ് ബോട്ടം ലോഞ്ച് ചെയ്തു. അതിന്റെ പേരെന്താണ്? ബാർഡ്. എന്താണ്? ബാർഡ്. അപ്പൊ ഗൂഗിൾ ആരംഭിച്ച ചാറ്റ് ബോട്ടത്തിന്റെ പേരെന്താണ്? ബാർഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 DCPCR രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ആശയവിനിമയം കുറച്ചുകൂടി സുഗമമാക്കാൻ വേണ്ടി ഒരു ചാറ്റ് ബോട്ടം, വാട്സാപ്പ് ചാറ്റ് ബോട്ടം ആരംഭിച്ചു. 2022 ഫെബ്രുവരിയിൽ DCPCR കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അവരുടെ ആശയവിനിമയം കുറച്ചുകൂടി സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്സാപ്പ് ചാറ്റ് ബോട്ടം ആരംഭിച്ചു. അതിന്റെ പേരെന്താണ്? ബാൽമിത്ര. ബാലന്മാർക്ക് മിത്രമായിട്ടുള്ളത് ബാൽമിത്ര.
പാരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു അകലം കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി DCPCR എന്താണെന്ന് നോക്കാം. DCPCR എന്താണ്? ഡൽഹി കമ്മീഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഡൽഹി കമ്മീഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നുള്ളതാണ് DCPCR എന്ന് പറയുന്നത്. അപ്പോൾ അവരും DCPCRും അതുപോലെ തന്നെ DCPCR ഡെവലപ്പ് ചെയ്ത ഒരു ചാറ്റ് ബോട്ടമാണ് ഏതെന്ന് പറയുന്നത് ബാൽമിത്ര. എന്തിനു വേണ്ടിയിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തത്? കുട്ടികളും അതുപോലെ തന്നെ പാരൻസും തമ്മിലുള്ള ആശയവിനിമയം കുറച്ചുകൂടി സുഗമമാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ പാനൽ ഫാക്ടറി എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സോളാർ പാനൽ അല്ല ചോദിച്ചിരിക്കുന്നത്, സോളാർ പാനൽ ഫാക്ടറി, ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി എവിടെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി എവിടെയാണത്? ഉത്തരാഖണ്ഡിലാണത്. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി എന്താണെന്ന് അറിയാമോ? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യൂ. ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി. ഒന്ന് കമന്റ് ചെയ്യൂ, നമുക്ക് നോക്കാമല്ലോ എന്തായിരിക്കും ആൻസർ എന്ന്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സസും കുറച്ചുകൂടി ഡെപ്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ഡെപ്തിൽ അറിയണമെങ്കിൽ ക്ലാസ്സിൽ, അതായത് ഡിഗ്രി മെയിൻസ്, ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ എല്ലാം റിസൾട്ട് വന്നു. ഏകദേശം അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവർക്ക് എല്ലാവർക്കും ഡിഗ്രി പ്രിലിംസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് മെയിൻസിലേക്കാണ്. അപ്പം മെയിൻസിൻ്റെ പ്രിപ്പറേഷനായിട്ട് വളരെ ക്രാഷ് കോഴ്സ് ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 45 days ക്രാഷ് കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഡെപ്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയും അതുപോലെ തന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ ഇപ്പോഴത്തെ ബേസിസിൽ, അതായത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിന്റെ ബേസിസിലാണെങ്കിലും ഇപ്പോഴത്തെ സിലബസിന്റെ ബേസിസിലാണെങ്കിലും SCERT NCERT ടെക്സ്റ്റുകളെല്ലാം കവർ ചെയ്തുകൊണ്ട് ഒരു ക്രാഷ് കോഴ്സാണ് ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യൂ. കാരണം പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞാൽ മെയിൻസ് കിട്ടേണ്ടത്, മെയിൻസിനാണ് നമ്മൾ എല്ലാവരും പ്രിലിംസ് അറ്റൻഡ് ചെയ്തവർ ഇനി എന്ത് ചെയ്യണം, എന്ത് പ്രിപ്പയർ ചെയ്യണം എന്ന് ആശയക്കുഴപ്പത്തിലാണെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ. കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഞങ്ങൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഡെയിലി എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തും. പിന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ്, പുതിയ സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ ഫാക്കൽറ്റീസ് ഇവിടെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ ആസ് ഏർലിയർ ആസ് പോസിബിൾ ജോയിൻ ചെയ്യൂ. നമുക്ക് ഈ ഡിഗ്രി പ്രിലിംസും കിട്ടിയവർക്ക് എല്ലാവർക്കും ഡിഗ്രി മെയിൻസ് നമുക്ക് ഒരുമിച്ച് നമുക്കിത് ക്രാക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 2023 ബാലശാസ്ത്ര കോൺഗ്രസ്. 2023 ബാലശാസ്ത്ര കോൺഗ്രസ് എവിടെയാണ്? ബാലശാസ്ത്ര കോൺഗ്രസ് അഹമ്മദാബാദിൽ വെച്ചിട്ടാണ്. 2023 ബാലശാസ്ത്ര കോൺഗ്രസ് അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ 2023 ബാലശാസ്ത്ര കോൺഗ്രസിന് ഒരു തീമുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് എക്കോസിസ്റ്റം ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഹെൽത്തിനും വെൽബീയിങ്ങിനും എക്കോസിസ്റ്റത്തിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് 2023 ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ തീം എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് എക്കോസിസ്റ്റം ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്നുള്ളത്. ഇതിന്റെ കൂടെ ഞാൻ ഒരു പോയിന്റും കൂടി പറയാം. 35th 35th കേരള സയൻസ് കോൺഗ്രസ് എവിടെ വെച്ചിട്ടാണ്? ഇടുക്കിയിൽ വെച്ചിട്ടാണ്. ഓക്കെ, 35th കേരള സയൻസ് കോൺഗ്രസ് ഇടുക്കിയിൽ വെച്ചിട്ട്. അപ്പോൾ ഈ രണ്ട് പോയിന്റും കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. 2023 ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന് വേദി അഹമ്മദാബാദും 35th അല്ലെങ്കിൽ 2023 കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? ഇടുക്കിയുമാണ്. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കിയത് 2023 ഫെബ്രുവരി മാസത്തെ സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. വളരെ ബ്രീഫായിട്ടേ ഞാൻ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, കൂടുതൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ക്ലാസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ പഠിച്ച പോയിന്റ്സ് എന്തെല്ലാം എന്ന് വെച്ചാൽ, നമ്മൾ
ഇസ്രോയും നാസയും പിന്നെന്താണ് ചാറ്റ് GPT-യും ചാറ്റ് ബോട്ടമിനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പോൾ ആ പോയിന്റ്സ് എല്ലാം എഴുതി വെച്ച് വേണം പഠിക്കാൻ. പിന്നെ നോക്കേണ്ടത് എന്താണ് കേരള കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞു, കേരള സയൻസ് കോൺഗ്രസിനെ കുറിച്ചും ബാലശാസ്ത്ര കോൺഗ്രസിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ആ 2 പോയിന്റ്സും നോക്കി വെക്കണം. പിന്നെ അതിന്റെ തീം എന്താണെന്ന് പറഞ്ഞു, അത് നോക്കി വെക്കണം. അപ്പോൾ ഇന്ന് തന്നിരിക്കുന്ന നോട്ട്സ് എല്ലാം നിങ്ങൾ എഴുതി വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യണം. താങ്ക് യു.